ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ ഒരു അപ്പം ഉണ്ടാക്കണം പരിചയപ്പെടുത്താനാണ് നിങ്ങളെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളൊരു 3/4 പാത്രം റവയാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ റാഗിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഒരു ചെറിയ ബൗളിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് വേണ്ടുന്ന ഉപ്പും വെള്ളവും, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പ് ഇട്ട് വെള്ളം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം അതിൽ ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത്തിരി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ ഇട്ട് കൊടുത്തതുകൊണ്ട് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട് റവ. അപ്പോൾ ഇച്ചിരി വെള്ളം വേണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നുകൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇനി അതൊരു ദോശ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ അതിലോട്ട് നമുക്ക് 2 തവി, ചെറിയ തവി മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പരത്തി കൊടുക്കണം. ദോശ ഇടുന്ന പോലെ ഒന്ന് പരത്തി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ചേർത്ത് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നമ്മൾ ചേർത്ത് പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ അപ്പം നല്ല വേണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റിയായ അപ്പമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചെറുപയറും മുതിരയാണ്. അപ്പോൾ അത് ഒന്ന് നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. അതുകൊണ്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ചട്ടിയിലോട്ട് നമ്മളത് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്യാസിൽ വെക്കാം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോകണ്ട. അപ്പോൾ നമ്മുടെ പയർ പാകമായിട്ടുണ്ട്. ഇനി അതിലോട്ട് അത്യാവശ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അപ്പവും പയറുമാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾക്ക് അപ്പവും പയറും ചായയും. ഇത് നമുക്ക് രാവിലത്തെ കഴിക്കാനും വൈകിട്ടത്തൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇഷ്ടമായിലേക്ക്